നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഒന്നാമതായിട്ട് ഇതാണ്, ഈ ഒരു ചിത്രം മാത്രം മതി നമ്മൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകും. അതുകൊണ്ട് ഈ ഒരു ചിത്രം മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരും. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്? ബലൂൺ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്, ജോമെട്രി ബോക്സ് ഉണ്ട്, പെൻസിലുണ്ട്, കണ്ണാടി ഉണ്ടെന്ന് നിങ്ങൾ പറയും. പക്ഷേ അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ബലൂൺ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? റബ്ബർ കൊണ്ടാണ്. അതോടൊപ്പം ഈ ബലൂണിൻ്റെ അകത്ത് എന്തുണ്ട്? റബ്ബറും. അതോടൊപ്പം ഇതിനകത്ത് എന്തുണ്ട്? എയറും ഉണ്ട്. അപ്പോഴല്ലേ ഇത് ബലൂൺ ആവും. അതോടൊപ്പം ഇത് ഗ്ലാസ് മാത്രമാണോ ഉള്ളത്? അല്ല, ഗ്ലാസ്സിനകത്ത് എന്തുണ്ട്? വെള്ളവും ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കോണം. അപ്പോൾ എന്താണ് മാറ്റർ? അപ്പോൾ ഒന്നാമതായിട്ട് ആ ചോദ്യത്തിൽ ഈ ഒരു പാഠത്തിൻ്റെ പേര് തന്നെ ഇട്ടേക്ക് നോക്കും, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നാണ് പേര്. ഈ തന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഞാൻ പറയും അതൊരു മാറ്ററാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇതിനെയെല്ലാം മാറ്റർ എന്ന് വിളിച്ചു? അപ്പോൾ മാറ്റർ എന്താണെന്ന് അറിഞ്ഞാലല്ലയോ ഈ വസ്തുക്കൾ മാറ്റർ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് മാറ്റർ? അതാണ് ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാറ്റർ എന്ന് ഞാൻ ദാണ്ട് ഈ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാറ്റർ എന്ന് പറയണമെങ്കിൽ എനിത്തിങ്, എന്ത് വസ്തുക്കളായിക്കോട്ടെ. അതുകൊണ്ട് ഈ ഒരു പടത്തിൽ ഒരുപാട് വസ്തുക്കളുണ്ട്, അതുകൊണ്ടാണ് എനിത്തിങ് എന്ന് വിളിച്ചത്. എന്തുമായിക്കൊള്ളട്ടെ, ആ എന്ത് വസ്തുക്കളായാലും അതിന് എന്തൊക്കെ വേണം? ഒക്കുപ്പൈ സ്പേസ്, ഇരിക്കാനായിട്ട് ഒരു സ്ഥലം വേണം. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് എടുത്ത് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ അതിന് ഇരിക്കാൻ ഒരു സ്ഥലം കൊടുക്കണ്ടേ? ഈ പെൻസിൽ ഇതിവിടെ കിടക്കണമെങ്കിൽ അവിടെ ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ ആ പെൻസിൽ ഇരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കണ്ണാടി ആയിക്കോട്ടെ, ജോമെട്രി ബോക്സ് ആയാലും എല്ലാത്തിനും എന്ത് വേണം? ഇരിക്കാനായിട്ട്, അതിന് അവിടെ ചിലവഴിക്കാനായിട്ട് ഒരു സ്ഥലം വേണം. അതോടൊപ്പം അതിനൊരു മാസും വേണം. മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഇപ്പോൾ ഈ ഒരു പെൻസിൽ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ? തടിയുണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, അതൊക്കെ വെച്ചിട്ടല്ലേ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാമാണ് കൂട്ടിയിട്ടാണ് പറയുന്നത് എന്ത്? മാസ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവ്, അതാണ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു വസ്തു, ഈ ഒരു സാധനം, ഈ ഒരു പെൻസിൽ എന്ന് പറയുന്നത് എന്താകണമെങ്കിൽ, മാറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു സ്പേസും വേണം, അതോടൊപ്പം അതിന് ഒരു മാസും ഉണ്ടായിരിക്കും. നോക്കിയാണ് പെൻസിൽ മാറ്റർ എന്ന് വിളിച്ചൂടെ? അതിന് എന്തൊക്കെയുണ്ട്? അതിന് ഇരിക്കാനായിട്ടൊരു സ്ഥലം വേണം, അതോടൊപ്പം അതിനൊരു മാസും വേണം. കണ്ണാടി, ഇത് രണ്ടും വേണം. ഗ്ലാസ്സിന് വേണം. വെള്ളത്തിന്, വെള്ളം മാത്രം എടുത്താൽ, ഗ്ലാസ് എന്നല്ല, വെള്ളം മാത്രം എടുത്താലും അതിനും എന്ത് വേണം? സ്പേസ് വേണം, അതിനൊരു മാസും ഉണ്ടായിരിക്കും. ബലൂണിൻ്റെ അകത്ത് എയർ എടുത്താൽ പോലും അതിനൊരു സ്പേസ് വേണം, അതോടൊപ്പം അതിനൊരു മാസും ഉണ്ടായിരിക്കും. എയറിനും ഒക്കുപ്പൈ ചെയ്യാനൊരു സ്പേസ് വേണം, അതോടൊപ്പം അതിനൊരു മാസം ഉണ്ട്. അപ്പോൾ എയറും എന്തിൽ ഉൾപ്പെടും? മാറ്ററിൽ ഉൾപ്പെടുമെന്ന് മനസ്സിലാക്കുക, കേട്ടല്ല? അപ്പോൾ എന്താണ് മാറ്റർ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പടം നിങ്ങളുടെ മനസ്സിൽ ഇനി വേണം. അപ്പോൾ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൊടുത്തേക്കുന്ന എല്ലാം എന്തോന്നാണ്? മാറ്ററാണ്. ആ വസ്തുക്കളുടെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ നോക്കിയാണ് ഈ മാറ്ററിൽ ഉൾപ്പെട്ട ഈ എല്ലാ സാധനങ്ങളെയും നമുക്ക് തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാം? സോളിഡ് എന്ന് തരംതിരിക്കാൻ പറ്റും, ലിക്വിഡ് എന്ന് തരംതിരിക്കാൻ പറ്റും, അതോടൊപ്പം ഗ്യാസസ് എന്നും തരംതിരിക്കാൻ പറ്റും. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാൻ പറ്റും. നോക്കിയാൽ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് തന്നെ പൂരിപ്പിക്കാൻ പറ്റും. വാട്ട് ആർ ദ ഒബ്ജക്ട് സീൻ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ടെന്ന് അങ്ങോട്ട് എഴുതി വെച്ചുകൂടെ? എന്തൊക്കെ കാരണങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്? ഒരുപാട് കാരണങ്ങൾ. ഇൻസ്ട്രുമെന്റ് ബോക്സ് കാണപ്പെടുന്നുണ്ട്, പെൻസിൽ കാണാം, ബോക്സ് കണ്ണാടി, സ്പെക്ടക്കിൾ കാണാം, ബലൂൺ കാണാം, ഗ്ലാസ് കാണാം, വാട്ടർ കാണാം, ഒക്കെ എഴുതാൻ പറ്റും. ഇനി ഇവിടെ ഒരു ചോദ്യം എക്സ്ട്രാ ചോദിച്ചേക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇത് ചോദിച്ചേക്കുന്നത്. വാട്ട് ആർ ദ മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ഈച്ച് ഒബ്ജക്റ്റ്? ഓരോ വസ്തുക്കളിലും എന്തൊക്കെയുണ്ട്? അപ്പോൾ ബലൂൺ എന്ന് പറയുന്നതിനകത്ത് റബ്ബറും ഉണ്ട്, ഇവിടെ എഴുതിക്കോണം, റബ്ബറും ഉണ്ട്, അതോടൊപ്പം എന്തുകൊണ്ട്? ഗ്യാസും ഉണ്ട്. പെൻസിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുകയാണ്. വുഡ് ഉണ്ട്, അതോടൊപ്പം ഗ്രാഫൈറ്റും ഉണ്ട്, അതാണ് പെൻസിൽ എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞേക്കുന്നു, വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് മെറ്റീരിയൽ? ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്ന മെറ്റീരിയലിൻ്റെ എല്ലാം ഫിസിക്കലായിട്ട് അതിൻ്റെ രൂപം അത് ഏതൊക്കെയാണ്? സോളിഡ് രൂപമുണ്ട്, ലിക്വിഡിലുള്ളതുണ്ട്, ഗ്യാസിലുള്ളതുണ്ട്, അല്ലയോ? ബലൂണിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ട്, അപ്പം ഗ്യാസ് രൂപത്തിലുള്ളതുണ്ട്. ഈ ഗ്ലാസ്സിനകത്ത് വെള്ളമുണ്ട്, അത് ലിക്വിഡ് രൂപത്തിലുള്ളതുണ്ട്. ബാക്കി കുറേ സാധനങ്ങളെല്ലാം എന്തോന്നാണ്? സോളിഡിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. അപ്പം മാറ്റേഴ്സിനെ എത്ര ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം മാറ്റർ, ഈ കൊടുത്തേക്കുന്ന എല്ലാം മാറ്ററാണ്. ആ മാറ്റർ സോളിഡ് ആവാം, ചിലത് ലിക്വിഡ് ആവാം, ചിലത് ഗ്യാസ് ആവാം. എന്താണെന്ന് മനസ്സിലായില്ല? അപ്പം ഈ കണ്ണാടി, ഈ ബലൂണും വെള്ളവും ഈ ഗ്ലാസും ഇതെല്ലാം എന്തോന്നാണ്? മാറ്ററാണ്. പക്ഷേ ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് ഏതിൽ ഉൾപ്പെടും? ലിക്വിഡിനകത്ത് ഉൾപ്പെടുന്നതാണ്. ബലൂണിൻ്റെ അകത്തെ ഗ്യാസ് അത് ഏതിനകത്ത് വരൂ? ഗ്യാസിൽ ഉൾപ്പെടുന്നതാണ്. ഗ്രാഫൈറ്റും ഇൻസ്ട്രുമെന്റ് ബോക്സും ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? സോളിഡിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ എന്താ ഇനി ചോദിച്ചേക്കുന്നത്? ഈ എക്സ്പീരിമെൻറ്റ് ശ്രദ്ധിച്ചിട്ട് ഈ ഓരോ ഡാഷുകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കൊടുത്തേക്കുന്നതെല്ലാം പൂരിപ്പിച്ച് എഴുതണം. അപ്പോൾ നോക്കിയാണ്, വാട്ട് ആർ ദ തിങ്സ് റിക്വയർഡ് ടു ദ എക്സ്പെരിമെൻറ്റ്? ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം? ഒരു ബീക്കർ വേണമെന്ന് നിങ്ങൾക്കറിയാം, വാട്ടർ വേണം, സ്റ്റോൺ വേണം, പിന്നെ ആര് വേണം? സ്ട്രിങ് വേണം. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാമല്ലോ. റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ഒരു സ്റ്റോൺ ഇതിനകത്തോട്ട് ഇറക്കണം. അപ്പോൾ എന്താണ്? ഇമേഴ്സ് എ സ്റ്റോൺ
ഇമേഴ്സ് എ സ്റ്റോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. അപ്പോൾ എന്താണ് ഇതിനകത്തോട്ടേക്ക് എന്തിറക്കി വയ്ക്കുക? സ്റ്റോൺ ഇറക്കി വയ്ക്കുക. അതാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ പടത്തിൽ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാണ്. ഈ വെള്ളം എന്താണ് സാധാ ബീക്കറിൽ വെള്ളം ഇത്രയേ ഉള്ളായിരുന്നു. കല്ലിറക്കുമ്പോൾ എന്ത് ചെയ്യുക? ആ കല്ല് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കല്ലിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കല്ലൊരു മാറ്ററാണ്. സ്റ്റോൺ എന്ന് പറയുന്ന ഒരു മാറ്റർ ആയതുകൊണ്ട് ഈ സ്റ്റോണിന് ഇരിക്കാനായിട്ടൊരു സ്ഥലവും വേണം, അതോടൊപ്പം അതിനൊരു മാസവും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ആ സ്റ്റോൺ ഇറങ്ങുന്ന ഭാഗത്തെ എന്ത് ചെയ്യും? വെള്ളം മാറിക്കൊടുക്കണ്ടേ? ആ വെള്ളം മാറിയ വെള്ളം എന്ത് ചെയ്യും? രണ്ട് സൈഡിലോട്ട് മാറും. എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കൂടും. അതാണ് ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്റ്റോൺ ഇറക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഇവിടെ നോക്കുമ്പോൾ എന്ത് ചെയ്യും? കൂടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ ഈ സ്റ്റോണിൻ്റെ എത്രയാണോ ഇതിൻ്റെ വോളിയം, അതിന് എത്രത്തോളം അതിനിരിക്കാൻ സ്ഥലം വേണം, അത്രത്തോളം എന്ത് ചെയ്യും? ഉയർച്ച ഉണ്ടാകും. അപ്പോൾ എന്തോ ഇവിടുത്തെ ആൻസർ? വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ? വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ദ വാട്ടർ ലെവൽ എന്ത് ചെയ്യും? റൈസസ് ബിക്കോസ് ദ സ്റ്റോൺ നീഡ് സം സ്പേസ് ടു ഒക്കുപ്പൈ. സ്റ്റോണിന് ഇരിക്കാൻ എന്ത് ചെയ്യണം? കുറച്ച് സ്ഥലം വേണം. അപ്പം ഈ എക്സ്പെരിമെൻറ്റിലൂടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? കല്ലെന്ന് പറയുന്ന ഒരു മാറ്ററാണ്. ആ കല്ല് വെള്ളത്തിലോട്ട് ഇറക്കിയപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ കല്ലിനിരിക്കാൻ ഒരു സ്ഥലം വേണമായിരുന്നു. അതുകൊണ്ട് ആ വെള്ളം എന്ത് ചെയ്യും? ഒഴുകുന്ന സാധനമില്ലേ, അപ്പോൾ അതിനെന്ത് ചെയ്യാം? രണ്ട് സൈഡിൽ നിന്നും ആ കല്ല് ഇരിക്കുന്നിടത്തെ സ്ഥലം മാറിക്കൊടുക്കുന്നു വെള്ളം. അതാണ് രണ്ട് സൈഡിലോട്ടും വന്നേക്കുന്നത്. അങ്ങനെയാണ് ഹൈറ്റ് കൂടുന്നത്. മനസ്സിലാക്കാൻ പറ്റുമല്ലോ. വാട്ട് ഹാപ്പൻസ് ടു വാട്ടർ ലെവൽ ഇൻ ദ ട്രവ്? അപ്പോൾ ഈ ട്രവിനകത്തുള്ള ഇനി ഈ എക്സ്പെരിമെൻറ്റിലൂടെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇവിടം വരെ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദാണ്ട് ഇവിടെ ഒരു വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ? കീപ്പ് എ ഡ്രൈ ഗ്ലാസ് ടംബ്ലർ. എന്ത് ചെയ്യുന്നു? ഒരു ഗ്ലാസ് ടംബ്ലർ എന്ത് ചെയ്യുന്നു? ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കും. നിങ്ങൾക്ക് തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ചെരുവത്തിൽ വെള്ളം എടുത്തിട്ട് കപ്പ് നമ്മൾ താത്തി നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ്, കുത്തനെ താഴോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്ലാസ് ഇറക്കേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം? വാട്ടർ ലെവൽ കൂടും. ഇതിൻ്റെ ഐഡിയ എന്തുവാണ്? ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഐഡിയ എന്തുവാണ്? നിങ്ങളെല്ലാവരും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഗ്ലാസ് ഇതിനകത്തോട്ട്, ഗ്ലാസ് നമ്മൾ പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഗ്ലാസ്സാണ്. ആദ്യമേ ഈ ഒരു എന്തെടുക്കുന്നു? ട്രവ് എടുക്കുന്നു, അതിനകത്ത് വെള്ളം എടുക്കുന്നു, അറിയാമല്ലോ. അപ്പം ഈ ഒരു ചരുവ് എടുത്തിട്ട് അതിനകത്ത് വെള്ളം എടുക്കുന്നു വിചാരിക്കുക. എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു എന്തെടുത്തുകൊണ്ട് വന്നാലും, തുറന്നിരിക്കുന്ന എന്തെടുത്തുകൊണ്ട് വന്നാലും അതിനകത്ത് എന്ത് കാണും? കപ്പ് എടുത്തുകൊണ്ട് വന്നാലും ഗ്ലാസ് എടുത്തുകൊണ്ട് വന്നാലും എല്ലാം എന്ത് കയറിയിരിക്കും? എയർ കയറിയിരിക്കുന്നു. അപ്പം നമ്മളിത് കമത്തി ഇതിനകത്തോട്ട് വെക്കുമ്പോഴും ഈ ഗ്ലാസിൻ്റെ അകത്ത് എന്തുണ്ട്? എയർ ഉണ്ടെന്നും കൂടെ ചിന്തിക്കണം കേട്ടോ. ഗ്ലാസിനെ മാത്രം ചിന്തിച്ചാൽ പോരാ, ഈ ഗ്ലാസിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട്. അപ്പം ആ ഗ്ലാസും ആ എയറും കൂടി ഇതിനകത്തിരിക്കാനുള്ള സ്ഥലം ഈ എന്ത് ചെയ്യും? ഈ വെള്ളം ഒഴുക്കി കൊടുക്കുമ്പോൾ ഈ വെള്ളം എന്ത് ചെയ്യും? മേലോട്ട് ഉയർന്നു വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? വാട്ടർ ലെവൽ ഇൻക്രീസസ്. വാട്ടർ എൻ്റർ ദ ടംബ്ലർ. ടംബ്ലറിനകത്തോട്ട് എൻ്റർ ചെയ്യുമോ? ഇല്ല. ഇതിനകത്തോട്ട് കയറുമോ? ഇല്ല. എന്തുകൊണ്ട്? ഇതിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട്. വാട്ട് മെറ്റീരിയൽ ഡസ് ദ ടംബ്ലർ ആൾറെഡി കണ്ടെയ്ൻ? അതിനകത്ത് എന്തോ ഉള്ള എയർ ആണുള്ളത്? ഈ ടംബ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഇറക്കി വയ്ക്കുന്ന ഈ ഗ്ലാസ് പോലത്തെ ഭാഗമാണ്. ഏതാണ്ട് ഇതാണ് ടംബ്ലർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട്. ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഈ മെറ്റീരിയലും ഡിഫറൻസ് ഇൻ വാട്ടർ ലെവലിൽ കൂടത്തില്ലയോ? അപ്പോൾ എന്ത് ചെയ്യും? വ്യത്യാസം ഉണ്ടാകും. അത്രയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിലും ഈ ഒരു ഗ്ലാസ്സിനകത്ത് എന്തുണ്ട്? വായു ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ വായുവിനും ഈ ഗ്ലാസ്സിന് വിരിക്കാനുള്ള സ്ഥലം ഈ വെള്ളം ഒരുക്കി കൊടുക്കുമ്പോൾ വെള്ളം എന്ത് ചെയ്യും? രണ്ട് സൈഡിലോട്ടും ഉയർന്നു വരും. ഈ ഗ്ലാസ് ഇങ്ങോട്ട് ഇറങ്ങിയും പോകും. വെള്ളം ഈ ഗ്ലാസ്സിനകത്ത് കയറുമോ? ഇല്ല. എന്തുകൊണ്ട് അകത്തോട്ട് കയറത്തില്ല? ഈ ഗ്ലാസ് ടംബ്ലറിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് എന്തുണ്ട്? എയർ ഉണ്ട്. അതുകൊണ്ട് അതിനകത്തോട്ട് കയറത്തില്ല. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുത്തനെയാണ് ഇറക്കുന്നത്. ചരിച്ചിറക്കി കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ടംബ്ലറിനകത്തോട്ട് വെള്ളം കയറിപ്പോവും കേട്ടല്ലോ. അപ്പോൾ കുത്തനെ ഇറക്കുമ്പോൾ ഇതിനകത്ത് എയർ ഉണ്ടായതുകൊണ്ട് ഇതിനകത്തുനിന്ന് വെള്ളം അകത്തോട്ട് കയറത്തും ഇല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്താ ഇവിടെ ഒരു ത്രാസ് പോലെ, നമ്മൾ പണ്ടൊക്കെ കടയിൽ പോകുമ്പോൾ ത്രാസ് ഉണ്ടായിരുന്നല്ലോ, അതിലെന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഇനി ഈ എക്സ്പെരിമെൻറ്റിലൂടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇതും ബലൂണാണ്, രണ്ടിലും എയർ ഉണ്ട്, രണ്ടിൻ്റെ ഭാരം ഒരുപോലെ ആയതുകൊണ്ടാണല്ലോ ഇത് നേരെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അല്ലേ? ഭാരം ഒരുപോലെ ആയതുകൊണ്ടല്ലേ ഇത് നേരെ നിൽക്കുന്നത്. ഇനി എന്തോ പറഞ്ഞേക്കുന്നത്? ഈ സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്ന ഈ ബലൂൺ എന്ത് ചെയ്യണം പറഞ്ഞേക്കുന്നത്? പൊട്ടിച്ച് കളയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. ഇത് പൊട്ടിച്ച് കളയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനകത്തുള്ള എയർ അങ്ങ് പോവും.
എയർ എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ ആണ്, അല്ലയോ? എയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, ഒരു മാറ്ററാണ്. ആ മാറ്ററിന് ഇരിക്കാനൊരു സ്പേസും വേണം, മാസും ഉണ്ട്. അപ്പം ഇത് പൊട്ടിച്ച് കളയുമ്പോൾ ഈ എയർ അങ്ങ് പോയി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാസ് കുറഞ്ഞു. മാസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് മേലോട്ടങ്ങ് പൊങ്ങത്തിൽ, ഈ ഭാഗം മേലോട്ടങ്ങ് ഉയരും. എന്താ കാര്യം? ഇതിന് മാസ് കൂടുതൽ. ഇവിടെ മാസ് കൂടിയും ഇവിടെ മാസ് കുറഞ്ഞും പോകും. ഇവിടുത്തെ മാസ് എങ്ങനെ കുറഞ്ഞു? ഇത് പൊട്ടിച്ച് കളഞ്ഞില്ലയോ? പിന്നെ അത് എയർ അങ്ങ് പോയത് കൊണ്ട് ഇതെന്ത് ചെയ്യും? മേപ്പോട്ട് പോവും. ഇത് താന്ന് നിൽക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതെങ്ങോട്ട് പോവും? ഇത് മേപ്പോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഭാരം കുറഞ്ഞു. ഈ ബലൂൺ പൊട്ടിച്ചളഞ്ഞപ്പോൾ ഇവിടുത്തെ ഭാരം കുറയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് മേപ്പോട്ട് പോവും. ഇത് താന്ന് നിൽക്കും. എവിടെയാണോ ഭാരം അവിടെയാണല്ലോ താന്ന് നിൽക്കേണ്ടത്. അപ്പോൾ ഇത് താന്ന് നിൽക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഉത്തരം എന്താണ്? എയർ ഇൻ ദ ബലൂൺ മൂവ്സ് ഔട്ട്, എയർ നീഡ് സ്പേസ് ടു ഒക്കുപ്പൈ. അപ്പം എന്താണ് മാറ്റർ? മാറ്ററിന് എന്തൊക്കെ വേണം? ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് എ മാസ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം എപ്പോഴും മാറ്ററിനെ കുറിച്ച് പറയുമ്പോൾ ആലോചിക്കുക, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് എ മാസ് എന്നാണ്. അപ്പം മാറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിന് ഇരിക്കാൻ ഒരു സ്ഥലവും വേണം, അതിനെന്തും വേണം? മാസും ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യത്തെ പടം നിങ്ങൾ മറക്കരുത്. പാഠത്തിൻ്റെ ആദ്യത്തെ പടത്തിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ആ പടത്തിൽ കൊടുത്തേക്കുന്ന എല്ലാ സാധനങ്ങളും, കണ്ണാടി ആയിക്കോട്ടെ, ജോമെട്രി ബോക്സ് ആയിക്കോട്ടെ, എല്ലാം എന്താണ്? മാറ്ററാണ്. ആ മാറ്ററിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണം, അതിനൊരു മാസും ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ? നമ്മൾ ആ പടത്തിൽ കണ്ട സോളിഡ് ആയിട്ടുള്ള ജോമെട്രി ബോക്സ് എടുക്കുന്നു വെച്ചോ, അല്ലെങ്കിൽ കണ്ണാടി എടുക്കുന്നു, അതിനൊക്കെ എന്തുണ്ട്? ഒരു മാസുണ്ട്, ഒരു ഡെഫിനിറ്റ് വോളിയം. വോളിയം എന്ന് വെച്ചാൽ എന്താ? ഇരിക്കാൻ എടുക്കുന്ന സ്ഥലമാണല്ലോ വോളിയം എന്ന് പറയാം. എന്തോ വോളിയം കണക്കാക്കുന്നത് എങ്ങനെയാണ്? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കൂടെ ഗുണിച്ചാലേ ആ വസ്തുവിൻ്റെ വോളിയം കിട്ടുന്നത്. എന്തോ ആയിക്കോട്ടെ, ഇരിക്കാൻ ഒരു സ്ഥലം എടുക്കും. അതോടൊപ്പം അതിനൊരു ഷേപ്പും ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ജോമെട്രി ബോക്സ് എടുത്താലും ആ കണ്ണാടി എടുത്താലൊക്കെ അതിനൊരു ഷേപ്പുണ്ട്, അതിനൊരു വോളിയം ഉണ്ട്, അതിനൊരു മാസുണ്ട്. എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് പറയാം, ആ ഒരു മാറ്റർ എന്ന് പറയുന്ന സോളിഡാണ്, അല്ലയോ? കണ്ണാടി എന്ന് പറയുന്ന സോളിഡാണ്, അല്ലെങ്കിൽ ജോമെട്രി ബോക്സ് എന്ന് പറയുന്ന സോളിഡാണ്. ആ സോളിഡ് ആയിട്ടുള്ള വസ്തുവിന് എപ്പോഴും ഒരു മാസ് കാണും, ഒരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും, പെർമനൻറ്റ് വോളിയം, അല്ലെ ഡെഫിനിറ്റ് വോളിയം കാണും, പെർമനൻറ്റ് ഷേപ്പ് കാണും. അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് തന്നെ പൂർത്തീകരിക്കാൻ പറ്റും. പ്രോപ്പർട്ടി ആയിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ 3 രൂപത്തിലല്ലേ മാറ്റർ ഇരിക്കൂ. മാറ്ററിന് എത്ര രൂപങ്ങളുണ്ട്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. എന്തോ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയാം. ഇപ്പോൾ സോളിഡിലിരിക്കാം, ലിക്വിഡിലിരിക്കാം, ഗ്യാസിലിരിക്കാം. എന്ത്? മാറ്റർ. അതിന് മാസ് ഉണ്ടോ? സോളിഡിൻ്റെ കാര്യം മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. മാസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ടിക്ക് ചെയ്യുക, മാസ് ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഇവിടെയും ടിക്ക് ചെയ്യുക, അടുത്ത പെർമനൻറ്റ് ഷേപ്പും ഉണ്ട്. അപ്പോൾ സോളിഡിന് ഇത് 3 ഉണ്ട്. അപ്പോൾ 3 എന്ത് കൊടുക്കുക? ടിക്ക് കൊടുക്കണേ. ഇപ്പോൾ 3 ടിക്കാണ് കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തുകൊണ്ടാണ് ടിക്ക് കൊടുത്ത്? അതിനൊരു മാസ് ഉണ്ട്, വോളിയം ഉണ്ട്, ഷേപ്പ് ഉണ്ട്. എന്തോ വോളിയം എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇതിന് ഇരിക്കാൻ എടുക്കുന്ന സ്ഥലം എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ജോമെട്രി ബോക്സ് ഇരിക്കണമെങ്കിൽ അതിനൊരു സ്ഥലം വേണ്ടേ? അതൊരു സോളിഡ് ആയിട്ടുള്ള സാധനമല്ലേ? അപ്പോൾ സോളിഡിന് എപ്പോഴും ഇരിക്കാൻ ഒരു വോളിയം വേണം, മാസ് വേണം, പെർമനൻറ്റ് ഷേപ്പും ഉണ്ടായിരിക്കും. ഇനി അടുത്ത ലിക്വിഡിൻ്റെ കേസ് എന്താണെന്ന് നോക്കാം. ഇനി അടുത്ത കേസാണ് ലിക്വിഡ്. ഇപ്പോൾ ലിക്വിഡിന് എന്തായാലും ഒരു മാസ് ഉണ്ടല്ലേ? നമ്മളിപ്പോൾ ഒരു നമ്മളെന്തോ നിങ്ങൾ 7up ഒക്കെ മേടിച്ച് കുപ്പിക്കകത്താണ് മേടിക്കുന്നത്. ആ കുപ്പിക്കകത്ത് മേടിക്കുമ്പോൾ ഒരു ഭാരം തോന്നിക്കും. വെള്ളം തീരുമ്പോൾ കുപ്പി കാലിയാവുമ്പോൾ ഭാരം ഇല്ലല്ലോ, മാസ് ഇല്ലല്ലോ. ഭാരമല്ല, മാസ് എന്ന് പറയുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അളവാണ് കേട്ടോ, ദ്രവ്യങ്ങളുടെ അളവാണ്, മാറ്ററിൻ്റെ അളവാണ് മാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് എന്ന് വിളിച്ചുകൂടെ. മാസും വെയിറ്റും രണ്ടും രണ്ടാണ്, അതും ആദ്യം പറയുന്നുണ്ട്, മനസ്സിലാക്കുക. മാസും വെയിറ്റും രണ്ടും രണ്ടാണ്. വെയിറ്റ് എന്ന് വിളിക്കണമെങ്കിൽ എന്താ? ഭൂമിയുടെ ആകർഷണമാണ് ഭാരം അല്ലെങ്കിൽ വെയിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം മാസ് എന്ന് പറയുന്നത് അതിൽ ഉൾക്കൊള്ള സാധനത്തിൻ്റെ അളവ് എന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്തായാലും ലിക്വിഡിനൊരു മാസ് ഉണ്ട്. അതോടൊപ്പം വോളിയം ഉണ്ട്. വോളിയം എന്ന് വെച്ചാൽ അതിന് ഇരിക്കാനൊരു സ്ഥലം വേണ്ടേ? ആ കുപ്പിക്കകത്ത് മൊത്തം വെള്ളമാണ് എന്ന് പറയുമ്പോൾ ആ കുപ്പിയുടെ ഷേപ്പോളം, ആ കുപ്പിയുടെ എത്രയാണോ അതിൻ്റെ വോളിയം എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഭാഗമാണ്, അകത്ത് എത്രയോളം ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ ഏരിയ അല്ല വോളിയം ഉണ്ട്, അതാണ് അതിനൊരു ഡെഫിനിറ്റ് വോളിയം എന്ന് പറയാൻ കാര്യം. അപ്പോൾ ലിക്വിഡിന് എന്തുണ്ട്? മാസ് ഉണ്ട്, ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചരുവത്തിലോട്ട് വെള്ളം എടുത്ത് വെച്ചാൽ ചരുവത്തിൻ്റെ വോളിയമായിട്ട് മാറുമെന്ന് ചിന്തിക്കുക. നമ്മൾ ഗ്ലാസ്സിലാക്കി കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ വോളിയം ആവും. അങ്ങനെ ഷേപ്പ്, അങ്ങനെ വോളിയം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മാറിക്കൊണ്ടേയിരിക്കും. എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ വോളിയം ആയിരിക്കും ആ ലിക്വിഡ് എടുക്കുന്നത്. പക്ഷേ ആ ഒരു വെള്ളത്തിന് ഒരു ഇന്ന ഷേപ്പ് എന്നുണ്ടോ? ഒരു ഡു നോട്ട് ഹാവ് എ പെർമനൻറ്റ് ഷേപ്പ്. പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. എപ്പോഴും വെള്ളം ഇന്ന രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരിക്കലും അതിനൊരു പെർമനൻറ്റ് ഷേപ്പ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം ലിക്വിഡിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ടിക്ക് ചെയ്യണം. ഡെഫിനിറ്റ് വോളിയം, ഓക്കെ, വോളിയം ഉണ്ട്. പക്ഷേ മൂന്നാമത്തെ സാധനം ഉണ്ടോ? ഹാവ് എ പെർമനൻറ്റ് ഷേപ്പ് ഇല്ല. അപ്പോൾ അതിന് ഇൻറ്റു ഇട്ട് കൊടുക്കുക. അപ്പം ഹാസ് എ പെർമനൻറ്റ് ഷേപ്പ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിന് ഇൻറ്റു കൊടുത്തത്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ തന്നെ അങ്ങ് പറയാം.
മാസ്, ഇപ്പം ഗ്യാസിൻ്റെ കേസ് എടുക്കുക. വായുവിന് മാസ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഫുട്ബോളിനകത്തൊക്കെ എയർ അടിക്കുമ്പം വെയിറ്റ് കൂടും. അതൊക്കെ ടയർ വേണമെങ്കിൽ കാറിൻ്റെ ഒക്കെ ടയർ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം. ടയർ, കാറ്റില്ലാത്ത ടയറും കാറ്റുള്ള ടയറിനും ഭാരം കൂടുതലാണല്ലോ. അപ്പം ഗ്യാസിന് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പം വോളിയം ഉണ്ടോ? എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വോളിയം ഇല്ല. അതിന് വോളിയം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. പെർമനൻറ്റ് ഒരു ഷേപ്പ് ഉണ്ടോ ഗ്യാസിന്? ഇല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഗ്യാസിന് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചോണം, ഇത് തെറ്റിപ്പോവും, പലർക്കും തെറ്റുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. സോളിഡിന് 3 കാര്യങ്ങളുമുണ്ട്. ലിക്വിഡിൻ്റെ കേസ് നമുക്കറിയാം, ഷേപ്പ് ഇല്ല, അതിനൊരു രൂപമില്ലല്ലോ. ഇന്ന രൂപത്തിലാണോ വെള്ളം ഇരിക്കുന്നത്? അല്ല. ഗ്യാസിന് രൂപവും ഇല്ല, അതിനൊരു വോളിയവും ആവശ്യമില്ല. അപ്പോൾ അത് ഇരിക്കുന്ന വോളിയം എന്ത് ചെയ്യാം? നമുക്ക് അതിനെ പിന്നെ ഞെരുക്കി അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും. ബലൂണിനകത്തൊക്കെ നമ്മൾ പലതും ചെയ്യാറുള്ള ബലൂണിൻ്റെ വോളിയം എന്ത് ചെയ്യാം? കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പം അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള വോളിയം എയറിന് ഇല്ല. അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഷേപ്പും ഇല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മാറ്റർ എന്താണെന്ന് മറന്നുപോലെ. അപ്പോൾ മാറ്റർ എന്ന് വിളിക്കണമെങ്കിൽ അതിനൊരു സ്പേസ് വേണം, അതിനൊരു മാസും ഉണ്ടായിരിക്കണം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇനി ഈ പേജിൽ നമ്മളൊരു എക്സ്പീരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യാം? പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇടാൻ പോവുകയാണ്. അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇടുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇതാണ്ട് ഇപ്പോൾ ഒരു വീഡിയോയിലേക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ വെള്ളത്തിലോട്ട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടപ്പോൾ ഏത് കളറാണ്? പിങ്ക് കളറാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം. എന്ത് സംഭവിക്കുന്നു? ഡിസോൾവ് ആകുന്നു. ക്യാൻ യു സീ ക്രിസ്റ്റൽസ്? അതിനകത്ത് എന്തെങ്കിലും തരി പോലത്തെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. അതെല്ലാം അങ്ങ് ഡിസോൾവ് ആയി പോകുന്നതുകൊണ്ട് ക്രിസ്റ്റൽസ് ഒന്നും ഇല്ല. നോ. അതോടൊപ്പം വൈപ്പ് ദ പാർട്ടിക്കൽ കനോട്ട് ബി സീൻ ഈവൻ ത്രൂ ദ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പ്രസന്റ് ദ സൊല്യൂഷൻ. ആ വെള്ളത്തിനകത്തോട് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടിട്ടും ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്താ കാര്യം? ടൈനി പാർട്ടിക്കൽ ഓഫ് ദ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. ഏറ്റവും ചെറിയ തരിയൊന്നും കണ്ണുകൊണ്ട് കാണാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എന്താ പറയുന്നത്? ഈച്ച് ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് ക്രോർ ഓഫ് ടൈനി പാർട്ടിക്കൽ. അപ്പോൾ ഏറ്റവും 2 കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ഒന്ന്, വെള്ളത്തിനകത്തോട്ട് നമ്മൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന സാധനം ഇട്ടപ്പോൾ അത് പിന്നെ ഒന്നും കാണാനില്ല. എല്ലാം എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആയി പോകുന്നു, ലയിച്ചു പോകുന്നു. എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഏതൊരു വസ്തു ഉണ്ടാകുന്ന ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ്. അത് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. മറ്റു കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ട്, പഞ്ചാര എടുത്ത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കാണാൻ പറ്റുമോ? പഞ്ചാരയെ ഇല്ല. ഉപ്പെടുത്ത് വെള്ളത്തിട്ടാൽ കാണാൻ പറ്റുമോ? ഇല്ല. എന്ന് പറയുമ്പോൾ ഏതൊരു വസ്തുവും ഏതൊരു മാറ്ററും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഈച്ച് സബ്സ്റ്റൻസ്, ഓരോ വസ്തുക്കളും ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ, ചെറു കണികകളാണ് ഉണ്ടാക്കുന്നത്. വിച്ച് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ. എന്തുണ്ട്? കാണാൻ പറ്റില്ല, നേരിട്ട് കണ്ണുകൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. ദീസ് പാർട്ടിക്കിൾ ബിയർ ആൾ ദ പ്രോപ്പർട്ടി ഓഫ് ദ സബ്സ്റ്റൻസ്. ആ ഒരു ചെറിയ ടൈനി പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ആ പാർട്ടിക്കിളിന് ആ ഒരു വസ്തുവിൻ്റെ സ്വഭാവമായിരിക്കും. അല്ലെ, ഉപ്പ് എന്ന് പറഞ്ഞ വസ്തു എടുക്കുകയാണ്, അതെല്ലാം ടൈനി പാർട്ടിക്കിൾ ഉണ്ടല്ലേ ഉപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ആ ഉപ്പ് എവിടെ നിന്ന് എടുത്ത് രുചിച്ച് നോക്കിയാലും ഉപ്പ് തന്നെയല്ലേ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഉപ്പ് രസമല്ലേ തോന്നുന്നത്, അത് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. പഞ്ചാര എവിടെ നിന്ന് എടുത്ത് നോക്കിയാലും പഞ്ചാരയുടെ മധുരം നമുക്ക് കിട്ടുമല്ലോ, ആ കാര്യം മനസ്സിലാക്കുക. അപ്പം ഏതൊരു സബ്സ്റ്റൻസ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ടൈനി പാർട്ടിക്കിൾ. ആ ടൈനി പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ്, ആ ടൈനി പാർട്ടിക്കിളാണ് ആ സബ്സ്റ്റൻസിന് എന്ത് കൊടുക്കുന്നത്? ആ പ്രത്യേകതകൾ നൽകുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് സാധനം എടുത്ത് മറ്റൊന്നിലിട്ടാലും പിന്നെ നമുക്കതിനെ കാണാൻ സാധിക്കുന്നതല്ല. ടൈനി പാർട്ടിക്കിൾ ആവുന്നതെന്നും നമുക്ക് കാണാനായിട്ട്, നേരിട്ട് കണ്ണുകൊണ്ട് കാണാനായിട്ട് പറ്റത്തില്ല എന്നൊരു സത്യമാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്, സോളിഡ് എന്ന് പറയുന്നതിനകത്ത് ആ ടൈനി പാർട്ടിക്കിളാണ് ഈ ചെറിയ ചെറിയ വട്ടമായിട്ട് വരച്ച് വെച്ചിരിക്കുന്നത്. ആ ടൈനി പാർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു ഏതൊരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്ന ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കണികകളാണ് ഇങ്ങനെ വട്ടം ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ സോളിഡ് ആകുമ്പം നമ്മുടെ അടിക്ക് ചേർന്നാണ് ഇരിക്കുന്നത്. ലിക്വിഡ് ആകുമ്പോൾ ഒഴുകുന്ന സാധനമല്ലേ, അപ്പോൾ അതിനെ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇച്ചിരിയുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്? ലൂസായിട്ടാണ് അല്ലേ. ഇത് ഭയങ്കരമായിട്ട് അടുക്കി വെച്ചേക്കുന്നത്, ഇച്ചിരിയുടെ ലൂസായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഗ്യാസ് ആകുമ്പോൾ ഇച്ചിരിയും കൂടെ ദൂരെയാണ് എന്ത് ചെയ്യുന്നത്? ടൈനി പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണ്? ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് ദ സെയിം. പാർട്ടിക്കിൾ ഇരിക്കുന്നത് ഇതാണല്ലോ ടൈനി പാർട്ടിക്കിൾ, എല്ലായിടത്തും ഒരേപോലെയാണോ അറേഞ്ച് ചെയ്തേക്കുന്നത്? അല്ല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? നോ ആണ്. ഇൻ വിച്ച് ഓഫ് ദീസ് ഈസ് ഡു പാർട്ടിക്കിൾ റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. വളരെ അടുത്തായിട്ട് പാർട്ടിക്കിൾ ഇരിക്കുന്നത് എവിടെയാണ്? അതാണ്ട് ഈ സോളിഡിലാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാണ്ട് ഇവിടെയും ദൂരെയാണ് ഇരിക്കുന്നത്. ഇൻ വിച്ച് ഈസ് ദ പാർട്ടിക്കിൾ മോസ്റ്റ് ഡിസ്റ്റൻറ്റ്. വളരെ ദൂരെ പാർട്ടിക്കിൾ ഇരിക്കുന്നത് എവിടെയാണ്? വളരെ ദൂരെ പാർട്ടിക്കിൾ ഇരിക്കുന്നത് എവിടെയാണ്? ഗ്യാസിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഗ്യാസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്തിട്ടുള്ളവരാണല്ലോ. ഐസ് എടുത്ത് കുറച്ച് നേരം കഴിയുമ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ചൂട് കാരണം അതെന്ത് ചെയ്യും? ഉരുകിപ്പോവും, വെള്ളമായി പോകും എന്നറിയാമല്ലോ. അതല്ലെങ്കിൽ
അല്ലെങ്കിൽ പിന്നെ വെള്ളം എടുത്ത് നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നീരാവി ആവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ സംഭവമാണ് ഈ എഴുതി വെച്ചേക്കുന്നത്. നിങ്ങൾ അങ്ങ് പൂരിപ്പിച്ചാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കുക. സോളിഡ് ഐസാണ്. നമ്മുടെ മനസ്സിലോട്ട് ഐസ് വരണം. ഈ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വെള്ളമായി മാറും. അപ്പോൾ ഇവിടെ എന്തുവാണ്? വാട്ടറായിട്ട് മാറും. എന്തായിട്ട് മാറും? വാട്ടർ. ഒരു സംശയമില്ലല്ലോ. സോളിഡായിട്ടിരിക്കുന്ന ഐസ് സോളിഡ് രൂപത്തിലാണ് ഇരിക്കുന്നത് അല്ലേ? സോളിഡ് ഖര അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വെള്ളത്തിനെ പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്താൽ, ഹീറ്റഡ് ചെയ്താൽ, ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അതല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കുക്കറിനകത്തായിക്കോട്ടെ, നമ്മൾ എന്ത് ചൂടാക്കിയാലും കുറേ നേരം ചൂടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെ വല്ലതും കാണുമോ? ഇല്ല. അത് എന്തായിട്ട് മാറും? ഗ്യാസ്, വേപ്പറായിട്ട് മാറും. തിരിച്ച് നിങ്ങൾ ആലോചിച്ചാണ് ഈ ഗ്യാസിനെ നമ്മൾ പാത്രങ്ങൾ അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് ആ പാത്രത്തിൻ്റെ മേലെ തുള്ളി വന്നിരിക്കത്തില്ലേ എന്ന് പറയുമ്പോൾ ആ ഗ്യാസിനെ നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും. വെള്ളത്തെ പിന്നെയും തണുപ്പിക്കുന്നില്ലേ? നമ്മൾ ഫ്രിഡ്ജ് ചെയ്യുന്ന എന്തുവാ? വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യും? തണുപ്പിച്ച് ഇവിടെ എന്തോ ഉത്തരം വരുന്ന കൂൾഡ്. വെള്ളത്തിനെ കൂൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സോളിഡ് ആക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫ്രിഡ്ജ് സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും, വെള്ളത്തിനെ തണുപ്പിച്ചാൽ എന്താവും? സോളിഡ് ആവും. സോളിഡിനെ ചൂടാക്കിയ വെള്ളമാവും. വെള്ളത്തിനെ പിന്നെയും ചൂടാക്കി എന്താവും? ഗ്യാസ് ആവും. ഇതൊക്കെ നിങ്ങളങ്ങ് ചിന്തിച്ചാൽ നിങ്ങൾ അടുക്കളയിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇത്രയും കാര്യങ്ങൾ. എന്തുവാ? നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഐസ് എടുത്തു, ചൂടാക്കി വെള്ളമാവും. വെള്ളത്തെ ചൂടാക്കി പിന്നെ എന്താവും? നീരാവിയാവും, അല്ലെങ്കിൽ ഗ്യാസ് ആവും. ഇപ്പോൾ ഗ്യാസ് എന്ന് ഉദ്ദേശിച്ച് നീരാവി രൂപമായിട്ട് മാറും. ഈ ഗ്യാസിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ വെള്ളമാവും. വെള്ളത്തിനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ സോളിഡ് ആവും. എന്നാൽ ഇതാണ് മഴ എന്ന് ചിന്തിച്ചാലും മതി അല്ലയോ? മഴ സംഭവിക്കുന്നത് എന്താ? നീരാവിയായിട്ടില്ലേ? നമ്മുടെ കടലിൽ നിന്ന് വെള്ളം പോയി നീരാവിയായിട്ടിരിക്കുമല്ലോ. ആ നീരാവിയായിട്ടിരിക്കുന്ന ജലം തണുക്കുമ്പോഴാണ് മഴയായി പെയ്യുന്നത്. അതാണ് ഗ്യാസ് തണുത്താൽ എന്താവും? വാട്ടറാവും. ഇവിടെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ നീരാവി എന്ന് ചിന്തിക്കുക. നീരാവി തണുത്താൽ എന്തായിട്ട് മാറും? വെള്ളം തണുത്താൽ പിന്നെ എന്തായിട്ട് മാറും? സോളിഡ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് മഴയായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ഫ്രിഡ്ജിലെ കാര്യമായിട്ടും ചിന്തിച്ചാലും മതി. ഗ്യാസ് തണുത്താൽ വാട്ടറാവും, എന്ന് വെച്ചാൽ നീരാവി തണുത്താൽ മഴയാവും. ഈ വെള്ളത്തിനെ ഫ്രിഡ്ജിലിട്ട് തണുപ്പിച്ചാൽ പിന്നെന്താവും? ഐസായിട്ട് മാറും. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞെന്ന ഐഡിയ? അപ്പോൾ ഇത് മറക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ. ഇവിടെ സംഭവിക്കുന്ന കാര്യം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. എന്തോ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ഈ ഒരു രൂപം ഇതെന്തോ ഈ വട്ടം വരച്ച് വെച്ചേക്കുന്ന ടൈനി പാർട്ടുകൾ, ചെറിയ കണികകളാണ്. എന്തുവാണ്? ഒരു വസ്തുവിലെ മാറ്റർ ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ട്. ഏതൊരു വസ്തുവിനെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? സ്പേസും വേണം, അതിനൊരു മാസും വേണം. അപ്പോൾ ആ മാറ്ററിനകത്ത് ഏറ്റവും ചെറിയ ഭാഗം എന്തുവാണ്? ടൈനി പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ. ഈ പാർട്ടിക്കിൾ എങ്ങനെയാണ്? സോളിഡിൽ. ഏതാണ്ട് ഇതെന്തോ രൂപം? സോളിഡിനകത്ത് എങ്ങനെയാണ്? പാർട്ടിക്കിൾ ഇങ്ങനെ അടുക്കി, ഭയങ്കര ചേർത്ത് അടുക്കി വെച്ചേക്കും. ഇതെന്തുവാണ്? ഇച്ചിരി ദൂരെയാണെങ്കിൽ ഇത് ഏത് രൂപം? ലിക്വിഡ് ആണെന്ന് ചിന്തിക്കുകയല്ല. ഏത് രൂപമാണ്? ലിക്വിഡ്. ഇതെന്ത് രൂപമാണ്? ഗ്യാസ് രൂപത്തിലിരിക്കുന്നതാണെന്നറിയാം. ഈ സോളിഡായിട്ടിരുന്ന ഐസിനെ, ഈ രൂപം എന്താണ്? ഐസ് എന്ന് ചിന്തിക്കാം. ഈ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് കൊടുത്താൽ? ഹീറ്റ് കൊടുത്താൽ. നമ്മളിവിടെ ചോദിക്കാൻ ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. ഹീറ്റ് കൊടുത്താൽ ഈ ഒരു സോളിഡിനെ ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞത്, ചൂട് കൊടുത്താൽ അത് എന്താവും? വാട്ടറാവും. ഇതിനെ ചൂട് കൊടുത്താൽ വാട്ടറാവും എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ ഹീറ്റ് ചെയ്താൽ, ഇപ്പോൾ ഐസായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ഐസ്, വെള്ളം, നീരാവി എന്ന് ചിന്തിക്കണം കേട്ടോ. ഐസ്, വെള്ളം, നീരാവി. ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റ്, വെള്ളം എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റ്, നീരാവി എന്ന് പറയുന്ന ഗ്യാസ് സ്റ്റേറ്റ്. അപ്പോൾ അതിലൂടെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം പറയണം. ഈ പറഞ്ഞ ഐസിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ, ഐസിനെ ചൂടാക്കിയാൽ എന്താവും? വെള്ളമാവും. എന്ന് പറയുമ്പോൾ എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്ത് സംഭവിക്കും? കൂടും. എനർജി എന്ത് ചെയ്യും? കൂടും. ഇൻക്രീസസ്. മനസ്സിലായാലും എന്തുകൊണ്ട് ഇവിടെ ഇൻക്രീസസ് എന്ന് എഴുതാൻ കാര്യം? ഈ ഐസ് ചൂടാക്കിയാൽ, ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചിരിക്കുന്നത്. ഈ സോളിഡായിട്ടിരുന്ന സാധനത്തെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആവും. എന്ന് പറയുമ്പോൾ അതിൻ്റെ എനർജി കൂടും. ഏത് എനർജി കൂടും? ഹീറ്റ് എനർജി കൂടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ആലോചിച്ച് നോക്കും. ഇവിടെ സോളിഡായിട്ടിരുന്നപ്പോൾ പാർട്ടിക്കിൾ തമ്മിൽ ദൂരം കുറവാണ്. പക്ഷേ വെള്ളമായി മാറുമ്പോൾ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇതും എന്ത് ചെയ്യും? ഇൻക്രീസസ്. എന്ത് സംഭവിക്കും? ഇൻക്രീസസ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് കൂടിയില്ലയോ? അപ്പോൾ എന്തോ ചോദ്യം എന്ന് എപ്പോഴും മനസ്സിലാക്കുക. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടി വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്? ഈ ഐസ് ചൂടിനെ വലിച്ചെടുത്താൽ എന്തൊക്കെ സംഭവിക്കും? എന്ത് സംഭവിക്കും? ഈ ഐസ് ചൂടിനെ വലിച്ചെടുത്താൽ വെള്ളമാകും. വെള്ളത്തിന് എന്ത് കൂടുതലാണ്? ചൂട് കൂടുതലാണ്. എന്ന് പറയുമ്പോൾ എനർജി കൂടുതലാണ്. ഏത് എനർജി? ഹീറ്റ് എനർജി കൂടുതലാണ്. അതുകൊണ്ട് ഇൻക്രീസ് എന്ന് എഴുതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ, സോളിഡ് ആയിട്ടിരുന്ന സാധനം ചൂട് കിട്ടിയപ്പോൾ വെള്ളമായി. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, ഡിസ്റ്റൻസ് കൂടിയില്ലയോ? ഇൻക്രീസ് ആയി.
അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ ഇവിടെയാണ് കൂടുതൽ, ഇവിടെ എന്ത് ചെയ്തു, കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്ത് എഴുതി വെക്കണം, ഡിക്രീസസ്. അപ്പം സോളിഡിനകത്തോട്ട് ഹീറ്റ് കൊടുത്താൽ, ഐസിന് ചൂട് കൊടുത്താൽ അതിൻ്റെ പാർട്ടിക്കിൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും. മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ തമ്മിലുള്ള മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, കൂടും, ഇൻക്രീസസ്. നോക്ക്, പാർട്ടിക്കിൾ തമ്മിലുള്ള മൂവ്മെൻറ്റ് കൂടി. അപ്പോൾ എന്തൊക്കെ മനസ്സിലായി, സോളിഡിനെ ഹീറ്റാക്കി കഴിഞ്ഞാൽ, സോളിഡായിട്ടിരിക്കുന്ന വസ്തുവിന് എന്ത് കൊടുത്താൽ, ചൂട് കൊടുത്താൽ അതിൻ്റെ എനർജി കൂടും, പാർട്ടിക്കിളിൻ്റെ ഡിസ്റ്റൻസ് കൂടും, അട്രാക്ഷൻ എന്ത് ചെയ്യും, കുറയും, മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, കൂടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായല്ലേ. സോളിഡായിട്ടിരുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഐസ് വരണം. ഐസിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് വെള്ളമാകും എന്ന് മനസ്സിൽ വെച്ചിട്ട് ഈ ഉത്തരം അങ്ങ് പറഞ്ഞാൽ മതി. ഐസിനെ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഹീറ്റ് എനർജി ഇതാണ്ട്, ഏത് എനർജി ഓഫ് ദ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹീറ്റ് എനർജിയാണ്. ഹീറ്റ് എനർജി കൂടും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ നോക്കിയാണ്, ഇതായിട്ട് മാറിക്കഴിഞ്ഞു, ചൂട് കൊടുത്തപ്പോൾ വെള്ളമായി, അതുകൊണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ എന്ത് ചെയ്തു, കൂടി. അട്രാക്ഷൻ എന്ത് ചെയ്തു, അടുത്തടുത്താണ് ഇരിക്കുന്നത്, ദൂരയിലിരിക്കുന്നത്, അപ്പോൾ അട്രാക്ഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. മൂവ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് കൂടി എന്ന് എഴുതി വെക്കുക. അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പം ഇവിടെ പറയുന്ന ഈ 3-4 പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിലോട്ട് ഈ പടം ഓർമ്മ വരണം കേട്ടോ. ഈ പടം ഓർമ്മ വന്നാൽ വളരെ സിമ്പിളാണ്. സോളിഡിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പാർട്ടിക്കിളിനെ വളരെ അടുത്തായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു. ലിക്വിഡിനകത്താണെങ്കിൽ ടൈനി പാർട്ടിക്കിളിനെ ഇച്ചിരി ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. ഗ്യാസിനകത്താണെങ്കിലോ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, വളരെ ദൂരെയാണ് ഇരിക്കുന്നത്. ആ കാര്യങ്ങളൊന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചേക്കുവാണ് ഇവിടെ. ദ പാർട്ടിക്കിൾ ഓഫ് സോളിഡ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ. പാർട്ടിക്കിൾ എങ്ങനെയാണ്, വളരെ അടുത്താണ്. ദെയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അടുത്തായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റുമോ, ഇല്ല. ഇൻ ലിക്വിഡ് ആണെങ്കിലോ പാർട്ടിക്കിൾ ആർ റിലേറ്റീവ്ലി ഫാർദർ അപ്പാർട്ട്, വളരെ ദൂരെയാണ്. ഹാവ് മോർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ദൂരെ സഞ്ചരിക്കാൻ പറ്റും. ദാൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്, അതിന് കൂടുതലായിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഗേഷ്യസിലാണെങ്കിലോ ദ പാർട്ടിക്കിൾ റിമെയിൻ ഫാർ അവേ, വളരെ ദൂരെയാണ് ഗ്യാസിൽ, അതുകൊണ്ട് അതിൻ്റെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കോസ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അല്ലയോ. സോളിഡിനകത്തോട്ട് ചൂട് കൊടുത്താൽ, എന്ത് കൊടുത്താൽ, ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ അത് ലിക്വിഡായി. ലിക്വിഡിന് പിന്നെയും ടെമ്പറേച്ചർ കൊടുത്താൽ എന്ത് ചെയ്യും, അതിന് അടുത്ത രൂപമായിട്ട് മാറും. എന്ന് വെച്ചാൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. ഇപ്പം നോക്ക്, സോളിഡ് ചൂട് കൊടുത്താൽ എന്താവും, ലിക്വിഡാവും. ലിക്വിഡിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഗ്യാസ് ആവുമെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് മനസ്സിലാക്കുക. അപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. എന്തുണ്ടാവും, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ പടത്തിലൂടെയാണ് ഇനി അടുത്ത കാര്യങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ഇവിടെ അങ്ങ് പറയാം. സോളിഡ് ലിക്വിഡ് ആവുമെന്ന് നിങ്ങൾക്കറിയാം. ഐസ് വെള്ളമാകും. അതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഫാക്ഷൻ. എന്നാണ്ട് ഈ ആരോ മാർക്ക് അങ്ങ് നോക്കിയാൽ, സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ അങ്ങോട്ടല്ലേ ആരോ മാർക്ക്, അപ്പോൾ ഏതാ എഴുതിയേക്കുന്നത്, ലിക്വിഫാക്ഷൻ. ലിക്വിഡ് ആവുന്നതിനെയാണ് ലിക്വിഫാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇതിനുള്ള എളുപ്പമാർഗം പറ. ലിക്വിഡ് ആകുന്ന പ്രോസസ്സിനെ എന്തെന്ന് വിളിക്കും, ലിക്വിഫാക്ഷൻ. മനസ്സിലായല്ലേ. ലിക്വിഡ് എന്തോ ആകുന്ന ഇനി അടുത്തത് വേപ്പറല്ലേ ആകുന്നത്, അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കും, വേപ്പറൈസേഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചു. സോളിഡ് എന്ന് പറഞ്ഞ സാധനം എന്താണ് ആകാൻ പോകുന്നത്, ലിക്വിഡാണ് ആകാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കും, ലിക്വിഫാക്ഷൻ. ലിക്വിഡായിട്ടിരിക്കുന്ന സാധനം വേപ്പറാണ് ആവാൻ പോകുന്നത്. വേപ്പർ തന്നെയല്ലേ ഈ ഗ്യാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്യാസ് ഒരു വേപ്പറാണ്. അപ്പോൾ അല്ലെങ്കിൽ വേപ്പർ ഒരു ഗ്യാസ് ആണ് എന്ന് പറയുമ്പോൾ വേപ്പറല്ലേ ആവാൻ പോകുന്നത്, അപ്പോൾ അതിന് എന്തെന്ന് വിളിക്കും, വേപ്പറൈസേഷൻ. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു കാര്യം തിരിച്ചും ഇനി പറയണം. ഗ്യാസ് ആയിട്ടിരിക്കുന്ന രൂപത്തിൽ നിന്നും ലിക്വിഡ് ആകുന്നതിനെ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതിനെ ഓർക്കുമ്പോൾ കണ്ടൻസേഷൻ എന്ന് പറഞ്ഞാൽ മതി. ഗ്യാസ് വേപ്പറായിട്ടിരുന്ന സാധനം ലിക്വിഡ് ആകുന്നതിനെ എന്തെന്ന് വിളിക്കും, കണ്ടൻസേഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയും കണ്ടൻസ് ചെയ്തു എന്ന് പറയും. വേപ്പർ കണ്ടൻസ് ചെയ്താണ് ലിക്വിഡായിട്ട് മഴയായിട്ട് പെയ്യുന്നതെന്ന് ഓർത്താൽ മതി. അപ്പം ഗ്യാസ് ലിക്വിഡ് ആവുന്നതിനെ എന്തെന്ന് വിളിക്കുക, കണ്ടൻസേഷൻ. തിരിച്ച് ലിക്വിഡ് സോളിഡ് ആവുന്നതിനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം, സോളിഡിഫിക്കേഷൻ. ഏതാണോ അവസാനിക്കുന്നത് അതായിരിക്കും പേര് വരുന്നത്. നോക്ക്, ലിക്വിഡ് സോളിഡ് ആവുന്നു, സോളിഡ് ആവുകയാണ്, അപ്പോൾ എന്തെന്ന് വിളിക്കും, സോളിഡിഫിക്കേഷൻ. തിരിച്ച് നോക്ക്, സോളിഡ് ലിക്വിഡ് ആകുന്നു, ഏതാവുന്ന ലിക്വിഡ്, അതുകൊണ്ട് എന്തെന്ന് വിളിച്ചു, ലിക്വിഫാക്ഷൻ. ലിക്വിഡ് വേപ്പർ ആകുന്നു, എന്തെന്ന് വിളിച്ചു, വേപ്പറൈസേഷൻ. തിരിച്ച് ഒരെണ്ണം പഠിച്ചാൽ മതി. ഇപ്പം കണ്ടൻസേഷൻ മാത്രം പഠിച്ചാൽ ഗ്യാസ് ലിക്വിഡ് ആവുന്നത് ഏതാണ്, കണ്ടൻസേഷൻ. തിരിച്ച് ഇവിടത്തെയും പഠിക്കാൻ എളുപ്പമാണ്. കർപ്പൂരം കത്തിക്കുമ്പോഴുള്ള കഥ നിങ്ങൾക്കറിയാം. സോളിഡ് ആയിട്ടുള്ള കർപ്പൂരം കത്തിക്കഴിയുമ്പോൾ നേരെ ഗ്യാസ് ആവും, പിന്നെ ഒരു പൊടി പോലും കാണത്തില്ല. എന്ന് പറയുമ്പോൾ സോളിഡ് നേരെ ഗ്യാസ് ആവുന്ന പ്രോസസ്സാണ് എന്ത്, സബ്ലിമേഷൻ. ഗ്യാസ് നേരെ സോളിഡ് ആവുന്ന നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നാഫ്തലിൻ്റെ കേസിലും അയഡിൻ്റെ കേസിലും ഗ്യാസ് ആയിട്ടിരുന്ന സാധനം പെട്ടെന്ന് സോളിഡ് ആക്കാൻ പറ്റും. അങ്ങനെ ആക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സോളിഡിഫിക്കേഷൻ. എന്തുവാ, സോളിഡിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ചാർട്ട് നന്നായിട്ട് പഠിക്കണം. എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നു. സോളിഡ് ലിക്വിഡ് ആകുക എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണ് ആവുന്നത്, അപ്പോൾ പേരെന്തുമായിരിക്കും, ലിക്വിഫാക്ഷൻ. ലിക്വിഡ് ഗ്യാസ് ആവുക എന്നാണ്. അപ്പം വേപ്പർ ആവുക എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ വേപ്പറൈസേഷൻ എന്ന് പഠിക്കാം. തിരിച്ച് ഗ്യാസ് ലിക്വിഡ് ആവുന്നതിനെ കണ്ടൻസേഷൻ, ലിക്വിഡ് സോളിഡ് ആവുന്നതിനെ സോളിഡ് ആവുകയാണ്, അപ്പോൾ സോളിഡിഫിക്കേഷൻ.
അടുത്തത് സോളിഡ് ഗ്യാസ് ആവുന്നത് കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞു. സോളിഡ് ഗ്യാസ് ആവുന്ന കർപ്പൂരം കത്തിക്കുന്നതാണ് പരിപാടി എന്ന് വിചാരിക്കുക. കർപ്പൂരം കത്തിക്കുന്ന എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ എന്ന പ്രോസസ്സ് മനസ്സിൽ വയ്ക്കുക. ഗ്യാസ് സോളിഡ് ആവുന്നത് സോളിഡിഫിക്കേഷൻ. മനസ്സിലായല്ലോ? അപ്പം ഗ്യാസ് സോളിഡ് ആവുന്ന എക്സാമ്പിൾ നാഫ്തലിനും അയഡിൻ്റെ കേസാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം തുടർന്നും വീഡിയോസ് ലഭിക്കുന്നതിന് ന്യൂജൻ മാത്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ഓളാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്.